2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ INDA എന്ന പ്രതിപക്ഷ മുന്നണിക്കൊപ്പമോ NDA എന്ന ഭരണപക്ഷ മുന്നണിക്കൊപ്പമോ നിൽക്കാത്ത ചില പാർട്ടികളെക്കുറിച്ച് നമ്മൾ നിരന്തരമായി റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ ഉള്ള പാർട്ടികളെന്ന് പറയുന്നത് ഒഡീഷയിലെ ബിജു ജനതാദൾ, ആന്ധ്രാപ്രദേശിലെ YSRCP, അതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തർപ്രദേശിലെ മായാവതിയുടെ BSP. ഈ BSP എന്ന പാർട്ടിക്ക് മറ്റ് BJDയോ അല്ലെങ്കിൽ YSRCPയോ ഒക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതൽ പ്രാധാന്യമുണ്ട്. കാരണം അവർ വരുന്നത് ഉത്തർപ്രദേശ് എന്ന ഭൂമികയിൽ നിന്നായത് ഒന്നാമത്തെ കാരണം. രണ്ട്, അവർക്ക് ഇതിനു മുൻപ് ആ സംസ്ഥാനത്തുണ്ടായിരുന്ന വേരോട്ടം എത്രത്തോളമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുമാണ്. ഒരു വലിയ വിപ്ലവകരമായ ചരിത്രം രചിച്ച അങ്ങനെയുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ഉള്ള പാർട്ടി കൂടിയാണ് ഈ BSP എന്ന് പറയുന്നത്. നിലവിൽ BSP INDA സഖ്യത്തിലേക്കും NDA സഖ്യത്തിലേക്ക് വന്നാലും ഇരു കൂട്ടരും സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ചില ഡിമാൻഡുകൾ അംഗീകരിക്കാൻ ഒരുപക്ഷെ ഇരു മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടായേക്കാം. പ്രത്യേകിച്ച് മായാവതിയെ പ്രധാനമന്ത്രിയാക്കണമെന്നാണ് അവരുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ ആവശ്യം. ഇത് മായാവതി തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും പലവട്ടം പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ മായാവതിയുടെ ഭാഗത്തു നിന്നും ഒരു സുപ്രധാന പരാമർശം ഉണ്ടായിരിക്കുന്നു. താൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ INDA എന്ന ബ്ലോക്കിനൊപ്പം ചേരുന്നില്ല എന്നാണ് BSPയുടെ അധ്യക്ഷയായ മായാവതി അറിയിച്ചിരിക്കുന്നത്. സഖ്യത്തെ പറ്റിയുള്ള കിംവദന്തികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി BSPയുടെ പ്രവർത്തകർക്ക് മായാവതി നൽകുന്നുണ്ട്. എന്തായാലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയുമായും ഒരു മുന്നണിയുമായും തങ്ങൾ സഖ്യത്തിനില്ല എന്നും അതേസമയം തന്നെ ജനങ്ങളുടെ ക്ഷേമമാണ് തങ്ങൾക്ക് പരമപ്രധാനമെന്നുമൊക്കെ പ്രതിമ വിവാദത്തിൽ ഉൾപ്പെടെ കത്തി നിന്ന മായാവതി ഇപ്പോൾ Xൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് ഇതിനു മുൻപും BSP കൃത്യമായ സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. 2007 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലെത്തിയ ഒരു പാർട്ടിയാണ് ഈ മായാവതിയുടെ BSP എന്ന് പറയുന്നത്. ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു പാർട്ടി എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് അവിടെ അധികാരം പിടിക്കുന്നത്. അന്ന് BSP നേടിയ വിജയം അത് രാജ്യവ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ 5 വർഷത്തെ അവരുടെ ഭരണം അവസാനിച്ച സമയത്ത് അട്ടിമറി എന്നോണം അവിടെ BSP പരാജയപ്പെടുത്തിക്കൊണ്ട് പിന്നീട് അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി അധികാരത്തിലേറുന്നു. ഈ സമാജ്വാദി പാർട്ടിയുടെ ഭരണത്തിന് ശേഷം പിന്നീട് 2 വട്ടവും ഉത്തർപ്രദേശിൽ തുടർച്ചയായി BJP വിജയം നേടി എന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ മായാവതി ഒരേ സമയം തലവേദനയും അനുഗ്രഹവുമായി INDAയ്ക്കും NDAയ്ക്കും മുന്നിലുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം ആര് കൂടുതൽ സീറ്റുകൾ നേടുന്നു അല്ലെങ്കിൽ ആര് അധികാരത്തിൽ എത്തുന്നോ അവർക്കൊപ്പം കൂടുക എന്ന തന്ത്രം തന്നെ ആയിരിക്കും മായാവതിയും കൂട്ടരും പയറ്റാൻ പോകുന്നത്. പക്ഷേ അവരുടെ തീരുമാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഇതിനോടകം തന്നെ BSP ഉത്തർപ്രദേശിൽ അവരുടെ ഗ്രൗണ്ട് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന പരാജയത്തിൽ നിന്നും കരകയറണം എന്നുള്ള ശക്തമായ ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ ആ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ BSP പല മണ്ഡലങ്ങളിലും പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പല നേതാക്കളും സജീവമായി തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് അല്ലെങ്കിൽ പ്രചരണ രംഗത്ത് ഇറങ്ങിയിട്ടുമുണ്ട്. എന്തായാലും മായാവതി ഒരിക്കൽ കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമാകുമോ എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.